ദൈവം എൻ്റെ കൂടെയുണ്ടോ എന്നത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ദൈവം കൂടെയുണ്ട് എന്നത് നമുക്കെങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? പല വിശ്വാസികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. സത്യത്തിൽ എല്ലാ വിശ്വാസികളും ദൈവം അവരുടെ കൂടെ തന്നെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ ദൈവം കൂടെയുണ്ട് എന്നതിൻ്റെ അടയാളം സത്യം പറഞ്ഞാൽ ആരും തന്നെ ശ്രദ്ധിക്കാറില്ല എന്നതാണ് വാസ്തവം. ദൈവത്തിൻ്റെ സാന്നിധ്യം ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്വാധീനം ചെലുത്തുന്നുണ്ട്. സത്യത്തിൽ ആദിയിൽ ആദാം സൃഷ്ടിക്കപ്പെട്ട സമയത്ത് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് വസിച്ചിരുന്നത്. മനുഷ്യൻ പാപത്തിൽ വീണതിന് ശേഷമാണ് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് പുറത്തായത്. യേശു ഇതിനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് ഭൂമിയിലേക്ക് വന്ന് മരിച്ച് ഉയർത്തെഴുന്നേറ്റത്. അങ്ങനെ മനുഷ്യനും ദൈവത്തിനും തമ്മിൽ ഒരു പാലമായി മാറി. ദൈവം നിങ്ങളോട് കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരുപാട് അടയാളങ്ങളുണ്ട്. എന്നിരുന്നാലും ഈ വീഡിയോയിൽ അതിൽ പ്രധാനപ്പെട്ട 5 അടയാളങ്ങളെക്കുറിച്ച് മാത്രം വിശദമായി നമുക്ക് നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തേത്, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത് തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെയുണ്ട് എന്നത് മനസ്സിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട അടയാളമാണ്. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സംസാരിക്കുന്ന ശബ്ദം സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെ തന്നെ ദൈവത്തിന്റെ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ വിശ്വാസികളും ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. യേശു പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. അങ്ങനെ നിങ്ങൾ ദൈവത്തിന്റെ ആടുകളാണെങ്കിൽ ഉറപ്പായിട്ടും ദൈവത്തിന്റെ ശബ്ദം കേൾക്കും, കേട്ടേ പറ്റൂ. ഇതുവരെ കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കാൻ വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, ദൈവം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത് കൊണ്ട് തന്നെ ദൈവം കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് നിങ്ങളിൽ തരുന്നു. രണ്ടാമത്തത്, ദൈവിക സമാധാനം എപ്പോഴും ഉണ്ടാകും. നല്ല പ്രതികൂല സമയങ്ങളിൽ നമുക്ക് നിൽക്കാനുള്ള ബലം തരുന്നത് ദൈവത്തിന്റെ സമാധാനമാണ്. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിൽക്കുമ്പോൾ പോലും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സമാധാനം നിങ്ങളുടെ മനസ്സിലുണ്ടോ? എന്നാ ഉറപ്പിച്ചോ, ദൈവം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ആത്മാവിന്റെ ഫലത്തിൽ സമാധാനമുണ്ട്. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ അവിടെ ആത്മാവിന്റെ ഫലം ഉണ്ടാകത്തുള്ളൂ. ദൈവത്തിന്റെ സമാധാനം എന്ന് പറയുന്നത് ഭയങ്കര ദുഷ്കരമായ സമയങ്ങളിൽ പോലും നമ്മോട് കുഴപ്പമൊന്നുമില്ല, എല്ലാം ശരിയാകുമെന്ന് സംസാരിക്കുന്ന അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ഒരു മാർഗമാണിത്. ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നതിന്റെ തെളിവാണ് ഈ ദൈവത്തിന്റെ സമാധാനം. കൊടുങ്കാറ്റ് പോലെ ഉണ്ടാകുന്ന ദുഷ്കരമായ സമയങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്തും നാം അനുഭവിക്കുന്ന ഒരു അടയാളമാണിത്. യേശു ശിഷ്യന്മാരുടെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് യേശു ഉറങ്ങുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വലിയൊരു കൊടുങ്കാറ്റുണ്ടായി. അതുകണ്ട് പേടിച്ച് ശിഷ്യന്മാർ യേശുവിനെ ഉണർത്തി. യേശു ഉണർന്ന ഉടൻ തന്നെ അടങ്ങ്, ശാന്തമാക് എന്ന് പറഞ്ഞു. കൊടുങ്കാറ്റ് പെട്ടെന്ന് നിന്നു. ഇതിൽ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം, യേശു വള്ളത്തിൽ തന്നെ ഉണ്ടായിരുന്നു എങ്കിലും അവിടെ കൊടുങ്കാറ്റുണ്ടായി. നിങ്ങൾ ഒരു വിശ്വാസി ആയതുകൊണ്ട് തന്നെ ഈ ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിൽ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, കൊടുങ്കാറ്റിന്റെ മധ്യത്തിൽ പോലും നിങ്ങൾക്ക് നല്ല ആഴമായ സമാധാനം ഉണ്ടാകും എന്നതാണ്. നിങ്ങൾ നല്ല ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പോലും നിങ്ങൾക്കുണ്ടാകുന്ന ആ വിശദീകരിക്കാനാകാത്ത ഒരു സമാധാനം ഉണ്ടല്ലോ, അത് യേശു നിങ്ങളോട് കൂടെയുണ്ട് എന്നതിൻ്റെ വ്യക്തമായ അടയാളമാണ്. മൂന്നാമത്തത്, ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്പർശനത്തെക്കുറിച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദൈവം നിങ്ങളോട് കൂടെ തന്നെ ഉണ്ട് എന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, എന്തിന് ചെറിയ കാര്യങ്ങളിൽ പോലും ഇടപെടാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പല മേഖലകളിലും ദൈവത്തിൻ്റെ സ്പർശനത്തിലൂടെ നിങ്ങളോട് കൂടെ തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നത് പല മേഖലകളിലും പ്രകടനമാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ദൈവത്തിൻ്റെ കരം കാണുന്നത് തന്നെ ദൈവം തീർച്ചയായും നിങ്ങളോട് കൂടെ തന്നെ ഉണ്ട് എന്നത് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. യാക്കോബിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ദൈവം ബഥേലിലുണ്ട് എന്നത് അവൻ മനസ്സിലാക്കിയത് ഒരു സ്വപ്നത്തിലൂടെയായിരുന്നു. സ്വപ്നം കണ്ടതിന് ശേഷം അവൻ ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ട് പറഞ്ഞു, യഹോവ നിശ്ചയമായും ഈ സ്ഥലത്തുണ്ട്, ഞാനോ അത് അറിഞ്ഞില്ല എന്ന്. ദൈവം നിങ്ങളുടെ സ്വപ്നത്തിലൂടെയും നിങ്ങളുടെ ചിന്തകളിലൂടെയും മറ്റു മാർഗങ്ങളിലൂടെയും തന്നെ വെളിപ്പെടുത്താൻ കഴിയും. അങ്ങനെ ദൈവം നിങ്ങളോട് കൂടെ തന്നെ ഉണ്ട് എന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. നാലാമത്തത്, നിങ്ങൾക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. ദൈവം നിങ്ങളോട് കൂടെ തന്നെ ഉണ്ട് എന്നതിൻ്റെ അടുത്ത അടയാളം ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്നതാണ്. ഇതിനെക്കുറിച്ച് കൃത്യമായി വിവരിക്കുന്ന ഒരു ഭാഗമാണ് അബ്രഹാമിൻ്റെയും ഭാര്യയായ സാറയുടെയും സംഭവകഥ. അബ്രഹാം ഒരു രാജാവിൻ്റെ അടുത്ത് അവൾ എൻ്റെ സഹോദരിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് അവളെ അവൻ്റെ ഭാര്യയായിട്ടെടുത്തു. ഈ ഒരു മനുഷ്യൻ്റെ ഭാര്യ നിമിത്തം ദൈവം രാജാവിൻ്റെ മുഴുവൻ കുടുംബത്തെയും ബാധിച്ചു. ദൈവം അവർക്ക് അനുകൂലമായി യുദ്ധം ചെയ്തു. വചനം പറയുന്നത് പോലെ അവരെ പീഡിപ്പിക്കുന്നതിന് അവിടുന്ന് ആരെയും അനുവദിച്ചില്ല. അവർക്ക് വേണ്ടി അവിടുന്ന് രാജാക്കന്മാരെ ശാസിച്ചു.
എൻ്റെ അഭിഷിക്തരെ സ്പർശിക്കരുത്, എൻ്റെ പ്രവാചകർക്ക് ഒരു ദ്രോഹവും ചെയ്യരുത് എന്ന്. നിങ്ങൾ പോലും അറിയാതെ ദൈവം നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലാണ് ദൈവം ഇത് ചെയ്യുന്നത്. അഞ്ചാമത്തത്, ദൈവം മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾക്ക് കൃപ തരും. ദൈവ സാന്നിധ്യത്തിന്റെ മറ്റൊരു അടയാളം കൃപയാണ്. മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ എല്ലാവരും അനുകൂലിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബൈബിളിൽ യോസഫ് പോത്തിഫറിന്റെ വീട്ടിൽ ഒരു അടിമയായിരിക്കുന്ന സമയത്ത് പോലും അനുഗ്രഹിക്കപ്പെട്ടു. ആ പോത്തിഫറിന്റെ കുടുംബത്തിന് തലവനായിട്ട് പോലും അവൻ നിയമിക്കപ്പെട്ടു. കാരണം ദൈവം അവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് യോസഫ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അവൻ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട് എന്ന് പോത്തിഫർ മനസ്സിലാക്കി. ജയിലിലായിരുന്നപ്പോൾ പോലും കൃപ ലഭിച്ചതുകൊണ്ട് അവൻ ജയിൽ കാവൽക്കാർക്ക് സഹായിയായി മാറി. യോസഫിന് ഇത്രയും കൃപ ലഭിക്കാനായിട്ട് മാനുഷികമായി നോക്കിയ ഒരു കാരണവും ഇല്ല. ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നതാണ് ഏക കാരണം. ആളുകൾക്ക് നിങ്ങളോട് വളരെ വിചിത്രമായ രീതിയിൽ കൃപ ഉള്ളതുപോലെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തി കാണാനും സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്നതിന്റെ തെളിവാണ്. ആവർത്തനം 31:8 ഇങ്ങനെ പറയുന്നു: യഹോവ തന്നെ നിനക്ക് മുമ്പായി പുറപ്പെടും, അവിടുന്ന് നിന്നോട് കൂടെ ഇരിക്കും, അവിടുന്ന് നിന്നെ ഒരു നാളും കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. ഭയപ്പെടുകയോ അധൈര്യപ്പെടുകയോ ചെയ്യരുത്. യെശയ്യാവ് 43:2 ഇങ്ങനെ പറയുന്നു: നീ വെള്ളത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും, നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിഞ്ഞൊഴുകയില്ല. തീയിൽ കൂടി നീ നടന്നാൽ നിനക്ക് പൊള്ളൽ ഏൽക്കുകയുമില്ല, തീജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഒരു വിശ്വാസി എന്ന നിലയിൽ നമുക്കുണ്ടാകേണ്ട ഒരു ഉറപ്പാണ് ഈ വചനം നമ്മോട് പറയുന്നത്. ദൈവം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തുണ്ട്. ദൈവം നിങ്ങളെ ഒരു കാരണവശാലും ഉപേക്ഷിക്കില്ല, കൈവിടത്തുമില്ല. ദുഷ്കരമായ സമയങ്ങളിൽ ദൈവം എപ്പോഴും നിങ്ങളുടെ അരികിൽ തന്നെയുണ്ട്. നിങ്ങൾ ഒരിക്കലും പ്രശ്നത്തിലൂടെ കടന്നു പോകത്തില്ല എന്ന് ദൈവം ഒരു സ്ഥലത്തും പറയുന്നില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ആ ദുഷ്കരമായ സമയങ്ങളിലും ദൈവം നിങ്ങളോട് കൂടെ തന്നെ ഉണ്ടാകും. മുടിയനായ പുത്രന്റെ കഥ പോലെ നിങ്ങൾ അടുത്ത് തന്നെ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിൽ നിന്ന് അകലുന്നുവെങ്കിൽ അത് നാം തന്നെ മനഃപൂർവ്വം എടുക്കുന്ന തീരുമാനം കാരണമാണ്. ഇനി തെറ്റുകളൊക്കെ സംഭവിച്ച് അകന്നു പോയാലും മുടിയനായ പുത്രനെ പോലെ നിങ്ങൾ നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി നിങ്ങളുടെ അപ്പൻ്റെ അടുത്തേക്ക് തിരിച്ചു മടങ്ങുന്ന ആ നിമിഷം നിങ്ങൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് വരാനായിട്ട് ദൈവം തുറന്ന കൈകളോടെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അവസാനമായിട്ട്, പഴയ നിയമത്തിൽ യേശുവിന്റെ പേര് എന്താണ് കൊടുത്തിരിക്കുന്നത് എന്നറിയാവോ? അത് ഇമ്മാനുവേൽ എന്നാണ്. അതിനർത്ഥം ദൈവം നമ്മോട് കൂടെ എന്ന്. നിങ്ങൾ ഒരു തടസ്സവും ഇല്ലാതെ ദൈവസന്നിധിയിൽ വരാനായിട്ട് യേശു ഭൂമിയിലേക്ക് വന്നു. അതുകൊണ്ട് ഇന്ന് നല്ല സമയമെടുത്ത് ദൈവത്തോട് സംസാരിക്കുക. തുറന്ന മനസ്സോടെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി എത്ര കാലം കാത്തിരുന്നു എന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.